ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേതൻ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. മലബാറിലെ മഴയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി നോക്കാം. മലബാറിൽ മഴ എങ്ങനെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്, എന്താണ് മലബാറിലെ മഴയുടെ സാഹചര്യമെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിനു മുൻപ് എൻ്റെ പ്രേക്ഷകർ പലയിടങ്ങളിൽ നിന്നും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വെളുപ്പിന് 4 മണിക്ക് നെടുങ്കുന്നത്ത് ശക്തമായ മഴയായിരുന്നുവെന്ന് മോഹനൻ വി കെ അവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ പലയിടങ്ങളിൽ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയെന്ന് മുരളീധരൻ പറയുന്നു. നാട്ടികയിൽ ഇപ്പോൾ മഴ പെയ്യുന്നില്ല എന്നാണ് ബാബു എഴുതുന്നത്. മലപ്പുറത്ത് കനത്ത മഴയെന്ന് കുഞ്ഞിമിരക്കാർ എഴുതുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഒപ്പം തന്നെ കണ്ണൂരിൽ മഴ തുടരുന്നു എന്നാണ് ദേവരാജൻ എഴുതുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇടങ്ങളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മഴയെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നു, അവരുടെ നാട്ടിലെ കാര്യങ്ങളെക്കുറിച്ച്. ആലപ്പുഴയിൽ യെല്ലോ ഇല്ല എന്ന് ചോദിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ ഇല്ല. ചാലക്കുടിയിൽ ഇന്നലെ വൈകിട്ടും രാത്രിയും നല്ല മഴയായിരുന്നു. ഇപ്പോൾ മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് എന്നാണ് ബഷീർ എഴുതുന്നത്. അപ്പോൾ അങ്ങനെ പലയിടങ്ങളിൽ നിന്നും മഴയെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഏതായാലും ഇപ്പോൾ ചേതൻ കൂടി ചേരുകയാണ് കോഴിക്കോട്. ചേതൻ, കോഴിക്കോട് മലബാറിൽ മഴയുടെ ഒരു സാഹചര്യം എന്താണ്? മലബാറിലെ ഏതൊക്കെ ജില്ലകളിലാണ് മഴയുടെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകൾ ഉള്ളത്? ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ്? മഴയുണ്ടോ കോഴിക്കോട്? മനു, ഇപ്പോൾ മഴയില്ല, തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണ്. രാവിലോടുകൂടി ഇപ്പോൾ തെളിഞ്ഞ വെയിൽ കാണപ്പെടുന്നുണ്ട്. ഇന്നലെ രാത്രി തെളിച്ചം ചേതന്റെ മുഖത്തും കാണാനുണ്ട് കേട്ടോ. പിന്നീട് പൂർണ്ണമായും വിട്ടു നിൽക്കുകയാണ് ജില്ലയിലെ. തീർച്ചയായും അത് മനു ആങ്കറാണെന്ന് അറിഞ്ഞതുകൊണ്ടാവാം. എനിക്കിട്ട് ഏതായാലും ജില്ലയുടെ മൊത്തത്തിലെ സാഹചര്യം പരിശോധിച്ചാൽ അതെ, ജില്ലയുടെ മൊത്തം ഒരു സാഹചര്യം പരിശോധിച്ചാൽ മഴ പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയൊരു ആശ്വാസം. ഏതായാലും ഇന്നലെ രാത്രി അല്പസമയം ഒന്ന് മഴ പെയ്തെങ്കിലും പിന്നീട് വിട്ടുനിൽക്കുകയായിരുന്നു. ഏതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും ഇല്ലെങ്കിലും അലേർട്ട് തുടരുന്നുണ്ട്. തീരപ്രദേശത്തും അതുപോലെ തന്നെ മലയോര മേഖലയിലൊക്കെ ജാഗ്രതാ നിർദ്ദേശമൊക്കെ അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതൊക്കെ കർശനമായി പാലിക്കുക. എല്ലാ മഴ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ സമയവും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്: ജലാശയങ്ങളിൽ ഇറങ്ങാതിരിക്കുക. പെട്ടെന്ന് എപ്പോഴാണ് മഴ കൂടുക, അതുപോലെ തന്നെ ഈ വെള്ളപ്പൊക്കമൊക്കെ ഈ പുഴയിലെ ഒഴുക്കൊക്കെ കൂടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യക്ഷത്തിൽ ഒഴുക്കുണ്ടാവില്ല, പക്ഷേ അടിയൊഴുക്ക് ശക്തമായി ഉണ്ടാവാം. അതുകൊണ്ട് കുട്ടികളോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്: പുഴയിലേക്കൊന്നും ഇറങ്ങാതെ ഇരിക്കുക. അധികൃതരുടെ ജാഗ്രതാ നിർദ്ദേശമൊക്കെ കൃത്യമായി പാലിക്കുക എന്ന കാര്യമാണ് മനു നമുക്കിപ്പോൾ പറയാനുള്ളത്. ശരി, ഓക്കെ, താങ്ക് യു ചേതനാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത് മഴയെക്കുറിച്ച്.